ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എമ്പുരാൻ എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ പുതിയ സീരീസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നോർത്തേൺ ഇറാഖിലെ കൊറോക്കോഷ് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ കുറച്ച് സോൾജേഴ്സ് ചേർന്നിട്ട് ഒരു പള്ളി ആക്രമിക്കാൻ പോകുന്നു. എന്നാൽ അവിടെ വലിയൊരു സ്ഫോടനം നടക്കുകയും ഇവരെല്ലാം തെറിച്ച് ദൂരേക്ക് വീഴുകയും ചെയ്യുന്നു. ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസ് നമ്മളെ കേൾപ്പിക്കുന്നത് എങ്ങനെയാണ്: ചരിത്രാതീത കാലം തൊട്ട് ഇന്നേ വരെ നമ്മൾ കാണുന്ന ഈ ലോകം യഥാർത്ഥത്തിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ കാഴ്ചയ്ക്ക് അതീതമായി നിലകൊള്ളുന്ന ചില ഗൂഢശക്തികളാണ്. ബ്രിട്ടീഷ് അമേരിക്കൻ രഹസ്യ ഏജൻസീസിന്റെ അനുമാനത്തിൽ ഇപ്പോൾ ഈ നാട്ടിൽ നിലനിൽക്കുന്ന രണ്ട് ശക്തികൾ രണ്ട് കോഡ് നെയിമിന്റെ രൂപത്തിലാണ് അറിയപ്പെടുന്നത്. അവയിൽ ആദ്യത്തേത് ആഫ്രോ ചൈനീസ് ഗൂഢസഖ്യമായ ഷെൻ ട്രയാഡ് ആണ്. അവരെ കോഡ് നാമത്തിൽ വിളിക്കുന്നത് ഗോഡ് ആക്സസ് എന്നാണ്. രണ്ടാമത്തേത് ഇൻഡോ അറബ് മെഗാ സിൻഡിക്കേറ്റ്, ഖുറേഷി എബ്രഹാമിന്റെ സംഘം. അവരുടെ കോഡ് നാമം ലൂസിഫർ നെക്സസ് എന്നാണ്. കഥ അവിടെ നിന്നും പിന്നീട് കാണിക്കുന്നത് ഗോദ്ര തീവണ്ടി അപകടവും 2002 ഹിന്ദു മുസ്ലിം കലാപവുമാണ്. മുസ്ലിംസിനെ എല്ലാം തന്നെ ഹിന്ദുക്കള് തെരഞ്ഞുപിടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുകയാണ് മസൂദും കുടുംബവും. മസൂദിന്റെ മക്കളായ സയ്യദും സഹീറും അവരുടെ കൂടെ തന്നെയുണ്ട്. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ ബാല്യകാലമാണ് ഈ കാണിക്കുന്നത്. ആ കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന മുസ്ലിംസ് എല്ലാം തന്നെ സുഭദ്ര എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ വീട്ടിലാണ് അഭയം നേടുന്നത്. പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായ അവരാകട്ടെ ഹിന്ദുവാണെങ്കിൽ പോലും ഇവരെ എല്ലാം തന്നെ അവരുടെ വീട്ടിൽ സംരക്ഷിക്കുന്നു. ഈ ആൾക്കാരുടെ എല്ലാം കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അനന്തരവൻ മുന്നയോട് അവർ ആവശ്യപ്പെടുന്നു. രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ശാന്തരാകും. ഈ പ്രശ്നത്തിന് അപ്പോൾ നമുക്ക് പരിഹാരം കാണാമെന്നും അവർ പറയുന്നു. ഉറങ്ങാൻ വേണ്ടി പോയി കുട്ടികളോട് അവർ പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ കണ്ടതൊന്നും തന്നെ മതത്തിന്റെ പേരിലുള്ള പ്രശ്നമല്ല, ഇതെല്ലാം തന്നെ പൊളിറ്റിക്സിന്റെ കളിയാണ്. നമ്മുടെ നാട്ടില് പൊളിറ്റിക്സ് ഒരു ബിസിനസ് ആണ്. ആ പൊളിറ്റിക്സ് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ നോക്കില്ല, ആണെന്നോ പെണ്ണെന്നോ നോക്കില്ല, എല്ലാത്തിനെയും നശിപ്പിച്ചു കളയും. അങ്ങനെയുള്ള ആ പൊളിറ്റിക്സും മതവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എല്ലാം നാശത്തിലാകും. നമ്മുടെ പുതുതലമുറയെങ്കിലും ഇതിന്റെ പിന്നിലുള്ള സത്യങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ തങ്ങളെല്ലാം അവിടെ സേഫ് ആണെന്ന് വിശ്വസിച്ചിരുന്ന അവരുടെ ആ വിശ്വാസത്തെ തകർത്തുകൊണ്ട് അവിടേക്ക് ബൽരാജും കൂട്ടരും വരുന്നു. ഇവരുടെ സംരക്ഷണത്തിൽ നിർത്തിയിരുന്ന ആൾക്കാരെ എല്ലാം തന്നെ കൊന്നൊടുക്കിക്കൊണ്ട് ഇവരുടെ അടുത്തേക്ക് അയാളെത്തി. മസൂദാകട്ടെ തന്റെ മകൻ സയ്യിദിനെയും സഹീറിനെയും മറ്റൊരു സ്ഥലത്തേക്ക് ഒളിപ്പിക്കുന്നു. എന്തൊക്കെ സൗണ്ട് കേട്ടാലും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരരുതെന്ന് പറയുന്നുണ്ട്. സുഭദ്ര വിശ്വസിച്ച മുന്ന പോലും അവരെ ചതിക്കുകയായിരുന്നു. അയാളും ബൽരാജിന്റെ ആശയങ്ങളുടെ അനുഭാവി തന്നെയായിരുന്നു. അവർ രണ്ടുപേരും ചേർന്നിട്ട് സുഭദ്രയെ കൊന്നു. അവിടെ അഭയം പ്രാപിച്ചിരുന്ന മുസ്ലിംസിനെ എല്ലാം തന്നെ കൊന്നൊടുക്കാൻ ആരംഭിച്ചു. ഗർഭിണികളെന്നോ കുട്ടികളെന്നോ നോക്കാതെ ക്രൂരമായി തന്നെ അവരെ കൊന്നൊടുക്കി. സയ്യിദിന്റെ വാപ്പയും കുടുംബക്കാരും എല്ലാവരും തന്നെ മരിച്ചു. അവൻ തന്റെ കുഞ്ഞനുജനെയും കൊണ്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അവിടെ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിലും മറ്റും താൻ തോളിൽ തുണി വെച്ച് കെട്ടിയിട്ടിരുന്ന അവന്റെ തലയ്ക്കും പരിക്കേറ്റിരുന്നുവെന്നും അവൻ മരിച്ചുവെന്നും. ഒരു ദിവസം കൊണ്ട് അവൻ അനാഥനായി മാറി. തന്റെ കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ട ആ രാത്രിയിൽ അവൻ അലറിക്കരയുന്നിടത്താണ് ആ സീൻ കട്ടാകുന്നത്. പിന്നീട് കാണിക്കുന്നത് പ്രസന്റ് ഡേ ആണ്. കേരളത്തിലെ നെടുമ്പള്ളി എന്ന സ്ഥലം. അവിടെ നമ്മുടെ പള്ളിയിലച്ചനാകട്ടെ ഗോവർദ്ധന്റെ വൈഫ് ശ്രീലേഖയോടും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോടും അവിടെയുള്ള ഡാമിന്റെ പഴക്കത്തെ പറ്റിയും അത് പൊട്ടിയാലുണ്ടാകുന്ന അപകടത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒരാൾ പറയുന്നുണ്ട്, ഡാമിന് വേണ്ടിയിട്ട് പുതിയ മതില് കെട്ടുന്നുണ്ടല്ലോ നമ്മുടെ CM എന്ന്. IUFന്റെ ഇപ്പോഴത്തെ CM ജതിൻ രാംദാസ് ആണ്. അന്ന് സ്റ്റീഫൻ എല്ലാം ജതിനെ ഏൽപ്പിച്ചിട്ടായിരുന്നല്ലോ ഇവിടെ നിന്നും തിരിച്ചുപോയത്. ആ പള്ളിയിലച്ചൻ ശ്രീലേഖയോട് ചോദിക്കുന്നുണ്ട് ഗോവർദ്ധൻ എവിടെയെന്ന്. അകത്തുണ്ട്, എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അവള് പറയുന്നത്. ഗോവർദ്ധൻ സെൻട്രൽ IBയിലെ എക്സിക്യൂട്ടീവായ കാർത്തികിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഡാർക്ക് വെബിലെല്ലാം തന്നെ ഒരു റൂമർ കറങ്ങി നടപ്പുണ്ട്, ബജരംഗി എന്ന് പറയുന്ന ആള് കേരളത്തിൽ നല്ല ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്ന്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ തനിക്കതിനെ പറ്റി ഒന്നും തന്നെ അറിയില്ലെന്ന് കാർത്തിക് പറയുന്നു. ഞാൻ ആദ്യം തന്നോട് പറഞ്ഞ കാര്യം താൻ ചെയ്യേ. സ്റ്റീഫനെ പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കാർത്തിക് നേരത്തെ തന്നെ ഗോവർദ്ധനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് തന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ കോള് കട്ട് ചെയ്തു. അടുത്തതായിട്ട് കാണിക്കുന്നത് IUFന്റെ ഓഫീസിലേക്ക് വന്നിട്ട് വർമ്മ സാറിന് രാജിക്കത്ത് കൊടുക്കുന്ന പീതാംബരനെയാണ്. ആനന്ദിനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ രാജിക്കത്ത് തരുന്നതെന്ന് വർമ്മ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, IUFന്റെ ചുമതല ജതിൻ രാംദാസിനെ ഏൽപ്പിച്ചിട്ട് സ്റ്റീഫൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അവൻ PKRനെ പോലെ തന്നെ നല്ല രീതിയിൽ ഈ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. എന്നാൽ ജതിൻ രാംദാസ് ഈ കുറച്ച് നാളുകൊണ്ട് കാഴ്ചവെച്ച ഭരണമെല്ലാം തന്നെ അഴിമതി നിറഞ്ഞതായിരുന്നു. നെടുമ്പള്ളിയിലെ പുതിയ ചെക്ക് ഡാമിന്റെ പേരിൽ കൊറിയൻ കമ്പനിന്ന് വരെ വലിയൊരു കമ്മീഷൻ തുകയാണ് ജതിൻ രാംദാസ് കൈപ്പറ്റിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ നാട്ടിലെ എല്ലാ ചാനലുകളിലും പ്രചരിപ്പിക്കുന്നുണ്ട്. NBTV മാത്രം ഒന്നും പ്രചരിപ്പിക്കുന്നില്ല. കാരണം അത് ഈ പാർട്ടിയുടെ ചാനലാണല്ലോ. ആ പാർട്ടിയിലുണ്ടായിരുന്ന മറ്റംഗങ്ങളും പീതാംബരൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അനുയോജിക്കുന്നുണ്ട്. കാരണം അവർക്ക് എല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ജതിൻ രാംദാസ് അഴിമതി നിറഞ്ഞൊരു പൊളിറ്റീഷ്യൻ ആണെന്ന്. പാർട്ടിയുടെ പോളിസി വിട്ടിട്ട് ഒരു കളി പോലും PKR കളിച്ചിട്ടില്ല. എന്നാൽ ജതിൻ അതിനെല്ലാം എതിരായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എതിർ പാർട്ടിക്കാരായ RPയുടെ ആൾക്കാരും ജതിൻ രാംദാസിന്റെ ഈ അഴിമതികളെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. രാംദാസിന്റെ മകൾ പ്രിയദർശിനിക്ക് ഇതിലൊരു അഭിപ്രായമില്ലേ എന്ന് അവർ പരസ്പരം ചോദിക്കുമ്പോൾ നമ്മളെ പ്രിയദർശിനിയെ കാണിക്കുന്നുണ്ട്. ജെൻഡർ ഈക്വാലിറ്റിയെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു വേദിയിൽ നിന്നാണ് പ്രിയദർശിനി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ജാൻവി ആകട്ടെ പ്രിയദർശിനിയോട് പറയുന്നുണ്ട്, അമ്മ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് സംസാരിക്കണമെന്ന്. പഞ്ച് ഡയലോഗ്സ് പറയുമ്പോഴൊന്നും തന്നെ ഇത്രയധികം കോൺഫിഡൻസ് പോരാ, കുറച്ചുകൂടി കോൺഫിഡൻസ് വേണം. അപ്പൂപ്പനെ പോലെയും ജതിനെ പോലെയൊക്കെ അമ്മയും സംസാരിക്കണം. അത് കേട്ട് ചിരിച്ചുകൊണ്ടിരുന്ന പ്രിയദർശിനിക്ക് NBTVയിൽ നിന്നും അരുന്ധതിയുടെ കോള് വരുന്നു. CMന്റെ നാളത്തെ പബ്ലിക് മീറ്റിംഗ് എന്തിനെ പറ്റിയുള്ളതാണെന്ന് മാമിന് എന്തെങ്കിലും ഊഹമുണ്ടോ
എന്ന് അവളോട് ചോദിക്കുമ്പോൾ പ്രിയദർശിനി പറയുന്നുണ്ട് അതൊന്നും തനിക്കറിയില്ല, അതിനെപ്പറ്റി അറിയണമെങ്കിൽ ജതിനോട് തന്നെ ചോദിക്കണമെന്ന്. പ്രിയദർശിനി പോകുന്ന വഴിക്ക് ASM എന്ന് പറയുന്ന ഹിന്ദുത്വ അനുഭവ പാർട്ടിയുടെ ഒരു പ്രസംഗം കൂടി കേൾക്കുന്നുണ്ട്. അതിന്റെ ലീഡറായിരുന്ന സജനചന്ദ്രനായിരുന്നു അവിടെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുനേരം കേട്ടുനിന്ന ശേഷം പ്രിയദർശിനി വീട്ടിലേക്ക് എത്തി. പ്രിയദർശിനിക്കകത്ത് അവിടെ ജതിൻ രാംദാസ് ഉണ്ടായിരുന്നു. നെടുമ്പള്ളി ഡാം സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ യോഗത്തില് പ്രിയദർശിനിയും പങ്കെടുക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. നീ ഇവിടെ ആക്റ്റീവ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് അച്ഛനെ വലിയൊരു മനുഷ്യനാക്കിയ നാടല്ലേ ഇത്, അവര് വിളിച്ചപ്പോ താൻ പോയതാണെന്ന്. പിന്നെ അവര് പറഞ്ഞ കാര്യങ്ങളിലും കുറച്ചൊക്കെ ശരിയുണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് ആ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തത്. അപ്പൊ നീയും എനിക്കെതിരാണോ എന്ന് ജതിൻ അവളോട് ചോദിക്കുന്നു. അവൾ അതിന് ഒന്നും തന്നെ പറയുന്നില്ല. അവൻ അവളോട് പറയുന്നുണ്ട് ഞാൻ നാളെ വലിയൊരു കാര്യം അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു കാരണവശാലും അതിനെതിരെ നീ ഒരു കമന്റ് പോലും പറയാൻ പാടില്ല എന്ന്. നീ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തു തന്നെയാണെങ്കിലും PKR രാഷ്ട്രീയത്തിൽ പാലിച്ചിരുന്ന കുറച്ച് പോളിസീസ് ഉണ്ട്, അതിനെതിരായിട്ട് നീ ഒന്നും ചെയ്യാത്തിടത്തോളം കാലം ഞാൻ ഒന്നിനെ എതിർക്കാൻ വരില്ല, ഒന്നിനെതിരെയും കമന്റ് പറയാനും വരില്ല. എന്നാൽ ജതിൻ തിരിച്ചു പറയുന്നത് എങ്ങനെയായിരുന്നു, കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞാൻ പഠിച്ചത് ഇവിടെ ഒരു മതമൈത്രിയും ആരും ആഗ്രഹിക്കുന്നില്ല, അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മതത്തെ തമ്മിലടുപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനടക്കമുള്ള എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. നീ ഇപ്പോഴും അച്ഛനെ എന്തിനാ ഇത്രയധികം വെറുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഒരു മകൻ സ്വന്തം അച്ഛന്റെ ചിതകൊളുത്താൻ വന്നില്ലെങ്കിൽ അതിന് 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ ആ അച്ഛൻ മകനെ ഒരുപാട് വെറുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ മകൻ അച്ഛനെ ഒരുപാട് വെറുത്തിട്ടുണ്ടാകും. എന്നാൽ ഇവിടെയാകട്ടെ ഈ 2 കാരണങ്ങളും ഉണ്ട്. വേറെ ആരൊക്കെയോ പറയുന്നത് കേട്ട് അനുസരിക്കാൻ വേണ്ടി മാത്രം പേരിനൊരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നതല്ല ഞാനിവിടെ എന്റേതായിട്ടുള്ളൊരു ലോകം സൃഷ്ടിക്കാൻ പോവുകയാണ്. പിറ്റേന്നത്തെ പബ്ലിക് മീറ്റിൽ വെച്ചിട്ട് ജതിൻ രാംദാസ് എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു കാര്യം വെളിപ്പെടുത്തുന്നു. അയാൾ IUF എന്ന ആ പാർട്ടി വിടാൻ തീരുമാനിക്കുകയും പകരം അയാൾ മറ്റൊരു പാർട്ടിക്ക് രൂപം കൊടുക്കുകയാണ്, IUF PKR. വരാൻ പോകുന്ന ഇലക്ഷനിൽ IUF PKR എന്ന ഈ പുതിയ പാർട്ടി പുതിയൊരു മുന്നണിയായിട്ട് മത്സരിക്കും. ഈ പാർട്ടിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു, ഇത് മറ്റൊരു പാർട്ടിയുമായിട്ട് ചേർന്നിട്ടാണ് അവർ നടത്തിക്കൊണ്ടു പോകാൻ തീരുമാനിക്കുന്നത്. ASM എന്ന ആ ഹിന്ദുത്വ പാർട്ടിയുമായിട്ട് ചേർന്നിട്ടായിരുന്നു IUF PKR എന്ന് പറയുന്ന പുതിയ പാർട്ടി ജതിൻ രൂപം കൊടുത്തത്. അതിനുവേണ്ടിയിട്ട് ASMന്റെ തലവനായ ബാബ ബജ്രംഗി എന്ന് എല്ലാവരും വിളിക്കുന്ന തുടക്കത്തിൽ കാണിച്ച ആ ബൽരാജിനെ അയാൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു. എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ജതിന്റെ ആ ഒരു പ്രസ്താവന. കേരള രാഷ്ട്രീയത്തിന് സംഭവിക്കാൻ പോകുന്ന അപകടത്തെപ്പറ്റി ഗോവർദ്ധൻ മനസ്സിലാക്കുകയും ബാബ ബജ്രംഗി ജതിൻ രാംദാസുമായിട്ട് കൈകോർത്തതിന്റെ പിന്നിലുള്ള അയാൾ ജനങ്ങളോട് പറയുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ സ്റ്റീഫൻ ഇവിടെ തിരിച്ചെത്തിയെങ്കിലേ പറ്റൂ, സ്റ്റീഫന് മാത്രമേ ഈ നാടിനെ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ട് അയാളെ തിരിച്ചു വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഗോവർദ്ധൻ. സ്റ്റീഫനെ പറ്റി ചോദിച്ചുകൊണ്ട് പല്ലച്ചന്റെ അടുത്ത് എത്തിയെങ്കിലും അയാൾക്കും അറിയില്ലായിരുന്നു സ്റ്റീഫൻ ഇപ്പോൾ എവിടെയാണെന്ന്. സീൻ അവിടെ നിന്നും കട്ടായിട്ട് സെനഗൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഡ്രഗ്സ് കടത്താൻ ശ്രമിക്കുന്നുണ്ട്. സെനഗലിൽ നിന്നും ഗനിയിലേക്കാണ് അവർ ഡ്രഗ്സ് കടത്തുന്നത്. ആ കൂട്ടത്തില് പ്രധാനിയായിരുന്നു ലിയോനോവ് എന്ന് പറയുന്ന ഇയാള്. നേരത്തെ ഖുറേഷി എബ്രാഹിമിന്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ആളായിരുന്നു. എന്നാൽ ഇപ്പോൾ അയാൾ കബുക എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഡ്രഗ്സ് ഡീലിംഗ് നടത്തുകയാണ്. ഈ ലിയോനോവിന്റെ കൂടെ ഇന്റർപോൾ ഓഫീസറായ റോബർട്ട് മെക്കാർത്തി എന്ന് പറയുന്ന ആളുമുണ്ടായിരുന്നു. ഇന്റർപോൾ ഓഫീസർ ആണെങ്കിലും തന്റെ ടീം അംഗങ്ങൾ അറിയാതെ അയാൾ ഈ ലിയോനോവിന്റെ കൂടെ ചേർന്നിട്ടാണ് ഡ്രഗ്സ് കടത്തിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈസിയായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ ലിയോനോവിനോട് പറയുന്നുണ്ട് എന്റെ കൈകൾ രണ്ടും കൂട്ടിക്കെട്ടാൻ, അതാവുമ്പോ ആർക്കും സംശയം തോന്നില്ല. എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തടവിലാക്കി ആ മറവില് ഡ്രഗ്സ് ഡീലിംഗ് നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാവുമ്പോ പിടിക്കപ്പെട്ടാലും റോബർട്ട് രക്ഷപ്പെടും. അങ്ങനെ ഡ്രഗ്സ് കടത്തുന്ന വണ്ടിയുമായിട്ട് സെനഗലിൽ നിന്നും അവർ ഗിനിയിലേക്ക് പോകുന്നു. എന്നാൽ ലണ്ടനിലുള്ള M16 ഏജന്റായ ബോറിസ് എന്ന ആൾക്ക് ഇതുപോലെ ഒരിടത്ത് ഡ്രഗ്സ് കടത്തുന്നുണ്ടെന്ന് ആ ഷിപ്മെന്റ് എങ്ങനെയെങ്കിലും തടയണമെന്ന് പറഞ്ഞിട്ട് അവർ ചർച്ച നടത്തുകയായിരുന്നു. റോബർട്ട് മെക്കാർത്തി അവരുടെ കൂടെ ഉണ്ടെന്ന് ഇവർക്ക് വിവരം ലഭിക്കുന്നു. എന്നാൽ കബുഗയെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ പെട്ടുപോയതാണ് റോബർട്ട് മെക്കാർത്തി എന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രഗ്സ് ഡീലിംഗ് തടയാൻ വേണ്ടിയിട്ട് അവരുടെ ഗ്യാങ്ങിലുള്ള മിഷേൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവിടെ കഴിക്കാൻ അവർ തീരുമാനിക്കുന്നു. ഇവരുടെ ടീമിലെ ഗനിയ ബോർഡറിലുള്ള ഒരു ഓഫീസറായിരുന്നു മിഷേൽ എന്ന പെൺകുട്ടി. പോകുന്ന വഴി നമ്മൾ പിടിക്കപ്പെടുമെന്ന് റോബർട്ടിന് പേടിയുണ്ടായിരുന്നു. എന്നാൽ കൂടെയുള്ളവർ പറയുന്നുണ്ട് അതിനൊക്കെ വേറെ വഴികളുണ്ടെന്ന്. എന്നിട്ട് അവർ അവിടെ നിന്ന് മറ്റൊരു വഴിയിലേക്ക് കടക്കുന്നു. അത് കാരണം ബോർസിനും കൂട്ടർക്കും ഇവരെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മിഷേലും പ്രതീക്ഷിച്ചിരുന്നിടത്തേക്ക് ഇവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ വേറെ വഴിയാണ് ഡ്രഗ്സ് കടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അവരെ കാത്ത് അതിലും വലിയൊരു അപകടം അവിടെ ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ഖുറേഷി എബ്രഹാം തന്നെ. ഡ്രഗ്സ് കടത്തിക്കൊണ്ടുപോയ ആ വണ്ടികളെല്ലാം തന്നെ അവർ ബോംബിട്ട് തകർക്കുന്നു. നേരത്തെ ഖുറേഷിയുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ഈ ലിയോനോവയാകട്ടെ ഖുറേഷിയുടെ കാല് പിടിച്ച് പറയുന്നുണ്ട് എന്നെയൊന്നും ചെയ്യരുത്, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന്. അതേസമയം റോബോട്ട് ആകട്ടെ തന്റെ കൈ കെട്ടിവെച്ചിരിക്കുകയാണല്ലോ. അതും കാണിച്ചുകൊണ്ട് ഖുറേഷിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇതിനകത്തുള്ള ആളല്ല എന്നും ഞാൻ ഒരു ഇന്റർപോൾ ഏജന്റ് ആണെന്നും. എന്നാൽ ഖുറേഷിക്ക് ഓൾറെഡി തന്നെ അറിയാമായിരുന്നു ഇയാളും ഇവരുടെ കൂടെ ചേർന്നിട്ട് ഡ്രഗ്സ് കടത്തുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ആദ്യം അയാളെയാണ് ഖുറേഷി കൊല്ലുന്നത്. അതിനുശേഷം ഖുറേഷി ഈ കബുക എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇത് നിന്റെ അവസാനത്തെ വാണിംഗ് ആണെന്നും ഇനി ഡ്രഗ്സ് കടത്താൻ പാടില്ല എന്നും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിന്റെ ഡ്രിങ്ക്സിൽ കിടക്കുന്ന ആ ബുള്ളറ്റില്ലേ അത് നിന്റെ നെറ്റിയിലായിരിക്കും തറയ്ക്കാൻ പോകുന്നത്. തന്റെ ഡ്രിങ്ക്സിൽ കിടക്കുന്ന ബുള്ളറ്റ് കണ്ട് പേടിച്ചു നിൽക്കുന്ന കബുകെ കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കട്ടാകുന്നു. ഇവിടെ ഗോവർദ്ധനാകട്ടെ കാർത്തികിനെ കാണാൻ പോകുന്നു. നേരത്തെ നിങ്ങൾ ഖുറേഷി എബ്രാഹിമിനെ പറ്റിയിട്ട് അറിയാമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. അയാളെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നോക്കാൻ വേണ്ടിയിട്ട് ഗോവർദ്ധന്റെ കയ്യിൽ അയാൾ ഒരു ഫയൽ കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇവിടെ M16 ഗ്യാങ്ങിലെ ആൾക്കാരെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട്. അവരിപ്പോൾ നോട്ടമിടാൻ
ലക്ഷ്യമിടുന്നത് ഖുറേഷി എബ്രഹാം ഗ്യാങ്ങിനെയായിരുന്നു. കാരണം ഇന്റർപോൾ ഏജന്റായ റോബർട്ട് മെക്കാർത്തിയെ ഖുറേഷി എബ്രഹാം കൊന്നിരുന്നല്ലോ. അതുകൊണ്ട് അയാളെ പിടിക്കാനുള്ള ലക്ഷ്യത്തിലാണ് ഇവരെല്ലാം തന്നെ. എന്നാൽ ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു റോബർട്ടും ആ ഡ്രഗ്സ് ഡീലിംഗിന്റെ പിന്നിലുള്ള ആളായിരുന്നുവെന്ന്. ഇവിടെ കാർത്തിക്കും ഗോവർദ്ധനോട് പറയുന്നുണ്ട് ഡ്രഗ് മാഫിയ എല്ലാം തന്നെ ഖുറേഷി എബ്രഹാം ഗ്യാങ്ങുമായിട്ട് ഓൾറെഡി തന്നെ പ്രശ്നത്തിലായിരുന്നു. കാരണം ഇവരെ എല്ലാവരെയും തന്നെ ഖുറേഷി എബ്രഹാം ഗ്യാങ് എതിർത്തിരുന്നു. എന്നാൽ കുറച്ചുനാൾ മുമ്പ് നടന്ന ഒരു ഡ്രഗ് വേട്ടയിൽ ഖുറേഷി എബ്രഹാം ഗ്യാങ് ആകട്ടെ അറിയാതെ ഒരു ഇന്റർപോൾ ഏജന്റിനെ കൊന്നിരിക്കുന്നു, അതായത് ആ റോബർട്ടിനെ. അതുകൊണ്ട് തന്നെ എല്ലാ ഏജൻസീസും ഖുറേഷി എബ്രഹാം ഗ്രൂപ്പിനെ എങ്ങനെയും തകർക്കണമെന്നുള്ള ലക്ഷ്യത്തിലാണ്. മിഷേലിനെ സംബന്ധിച്ച് അത് കുറച്ച് പേഴ്സണൽ ആയിരുന്നു. അവൾക്ക് ഏറ്റുകൊടുത്ത് വേണ്ടപ്പെട്ട ആളായിരുന്നു റോബർട്ട്. എന്നാൽ ബോറിസ് പറയുന്നുണ്ട് കബൂബ ഗ്യാങ് ഡ്രഗ്സ് ഡീലിംഗ് നടത്തുന്ന ആൾക്കാരാണ്. ഖുറേഷി എബ്രഹാം ഗ്യാങ് ആദ്യം മുതൽ തന്നെ ഡ്രഗ്സ് ഡീലിംഗിന് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുറേഷി എബ്രഹാമിന്റെ ഗ്യാങ് ആ ഡ്രഗ് കാർട്ടലിന്റെ പിറകെയായിരുന്നു. അതിനകത്ത് പെട്ടുപോയൊരു വ്യക്തിയാണ് റോബർട്ട്. നീ അതത്ര പേഴ്സണൽ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ മിഷേൽ അതൊന്നും തന്നെ കേൾക്കുന്നില്ല. ഖുറേഷിയുടെ ഗ്യാങ്ങിനെ പിടിക്കാൻ വേണ്ടിയിട്ട് റോബർട്ട് കുറേയധികം കഷ്ടപ്പെട്ടിരുന്നു. ഖുറേഷിയുടെ ഒരു ഫോട്ടോയും റോബർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാകാൻ ചിലപ്പോൾ റോബർട്ടിനെ കൊന്നതെന്നായിരുന്നു അവളുടെ വിചാരം. അവൾ അവിടെ നിന്ന് പോകാൻ നേരം അവളുടെ ഹെഡായിട്ടുള്ള ലേഡി അവളോട് പറയുന്നുണ്ട് നിനക്കറിയില്ലായിരിക്കും, എന്നാൽ ഖുറേഷി എബ്രഹാമിന്റെ ഗ്യാങ്ങിനേക്കാൾ കൂടുതൽ വലിയൊരു ഫോഴ്സ് ഈ ഒരു കളിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഒരു ചൈനീസ് ഫോഴ്സ് ആണത്. ഷെൻഡ്രേഡ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്. ഖുറേഷി എബ്രഹാം ഗ്യാങ്ങിനേക്കാളും പവർഫുൾ ആയിരിക്കും അവർ. ഗോഡ് ആക്സസ് എന്നാണ് അവരെ കോഡ് നെയിമിലൂടെ അറിയപ്പെടുന്നത്. അതേസമയം തന്നെ ഇവിടെ ഗോവർദ്ധൻ കാർത്തികിനോട് ചോദിക്കുന്നുണ്ട് ഗോഡ് ആക്സസ് എന്നുള്ള കോഡ് നെയിം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന്, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന്. ഇവിടെ മിഷേല് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത് എന്നോട് എന്തിനാണ് പറയുന്നതെന്ന്. ബോറിസ് തിരിച്ചു പറയുന്നത് ഇങ്ങനെയായിരുന്നു, ശത്രുവിന്റെ ശത്രു മിത്രമായിരിക്കും. അതിനർത്ഥം ഈ ഗോഡ് ആക്സസിന് എതിരായിട്ട് നിൽക്കുന്ന ഖുറേഷി എബ്രഹാമിന്റെ ഗ്യാങ്ങിനെ നമ്മൾ മിത്രമായിട്ട് കാണണമെന്നതായിരുന്നു. ബോറിസ് തുടക്കം മുതൽ ഖുറേഷിയുടെ ഗ്യാങ്ങിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അയാൾക്ക് ഖുറേഷിയുമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ടായിരുന്നു. തന്റെ വീട്ടിലെത്തി അവിടുത്തെ രഹസ്യ അറിയിലേക്ക് പോവുകയാണ് അയാൾ. അവിടെയുള്ള എക്യുപ്മെന്റ്സിലൂടെ അയാൾ ഖുറേഷിയെ കോൺടാക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് എല്ലാ ഏജൻസീസും ചേർന്നിട്ട് നിങ്ങളെ നശിപ്പിക്കാനാണ് പ്ലാൻ ഇടുന്നതെന്ന്. നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ ഖുറേഷി അയാളോട് തിരിച്ചു പറയുന്നുണ്ട് അതെല്ലാം നിങ്ങൾ വഴിയെ കണ്ടറിയും ബോറിസ് എന്ന്. അതോടുകൂടി കോളും ഡിസ്കണക്ട് ആയി. അതേസമയം ഖുറേഷി ആകട്ടെ ആ ഡ്രഗ് ഡീലർ കബൂഗയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ യുദ്ധം അവസാനിപ്പിക്കാം, കണ്ടുമുട്ടാമെന്ന്. എന്നാൽ ഞാൻ പറയുന്ന സ്ഥലത്ത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് കബൂഗ ഖുറേഷിയോട് പറയുന്നുണ്ട്. അതിന് ഓക്കെയും ഖുറേഷി പറയുന്നു. ഇവിടെ ഗോവർദ്ധനാകട്ടെ കാർത്തിക്കിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു പെൻഡ്രൈവ് പരിശോധിക്കുന്നുണ്ട്. ഖുറേഷി എബ്രഹാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു ആ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത്. അതിലൊന്നും തന്നെ ഖുറേഷിയുടെ മുഖം കാണിക്കുന്ന ഫോട്ടോസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ അയാളുടെ കൈയുടെ ഒരു ചിത്രം ഗോവർദ്ധൻ കാണുന്നു. ആ വിരലുകളിൽ ഉണ്ടായിരുന്ന മോതിരം ഗോവർദ്ധന് എവിടെയോ പരിചയമുള്ളതായിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ചിത്രങ്ങൾ നോക്കുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയും PKRും ഒരുമിച്ചൊരു വേദിയിൽ നിന്നപ്പോൾ എടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ ഗോവർദ്ധൻ കാണുന്നു. അന്ന് സ്റ്റീഫന്റെ കയ്യിൽ കിടന്ന അതേ മോതിരം തന്നെയാണ് ഇന്ന് ഖുറേഷിയുടെ കയ്യിലും കിടക്കുന്നത്. സ്റ്റീഫൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗോവർദ്ധൻ മുരുകനെ കണ്ട് സംസാരിക്കുന്നു. എന്നാൽ മുരുകൻ പറയുന്നുണ്ട് ഞാൻ സ്റ്റീഫനോട് അവസാനമായിട്ട് സംസാരിച്ചത് 4 വർഷങ്ങൾക്ക് മുമ്പാണെന്ന്. അതും വർമ്മ സാറിന്റെ കൂടെ ബോംബെയിൽ ഒരു കോൺഫറൻസിന് പോകുന്ന സമയത്ത് റാവുത്തർ എന്ന ആളുടെ ഫോണിൽ നിന്നും. സ്റ്റീഫൻ റാവുത്തറെ വിളിക്കാറുണ്ടെന്ന് എനിക്കറിയാം. ഈ റാവുത്തർ ആരാണെന്ന് ഗോവർദ്ധൻ അയാളോട് ചോദിക്കുന്നു. അയാളുടെ മുഴുവൻ പേര് ഡാനിയൽ റാവുത്തർ എന്നാണ്. അയാളെ നിനക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാമെന്ന് മുരുകൻ പറയുന്നു. നീ പറഞ്ഞതുപോലെ സ്റ്റീഫൻ വന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകൂ. മുരുകൻ പറഞ്ഞ പ്രകാരം റാവുത്തറിന്റെ ആൾക്കാർ വന്നിട്ട് ഗോവർദ്ധനെ റാവുത്തറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. നിങ്ങൾ എന്തിനാണ് സ്റ്റീഫനെ കാണുന്നതെന്ന് ഗോവർദ്ധനോട് ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട് സ്റ്റീഫൻ ജതിൻ രാംദാസിനെ ഏൽപ്പിച്ചിട്ട് പോയ IUF അല്ല ഇപ്പോൾ കേരളത്തിലുള്ളത്. ഈ നാടിനെ രക്ഷിക്കണമെങ്കിൽ സ്റ്റീഫൻ ഇവിടേക്ക് തിരിച്ചു വന്നെങ്കിലേ പറ്റൂ. അതെനിക്ക് അയാളോട് നേരിട്ട് പറയണം. അതിന് മറുപടിയായിട്ട് റാവുത്തർ അയാളോട് ചോദിക്കുന്നത് ഗോവർദ്ധൻ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നാണ്. ഡെയിലി എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്നും ചോദിക്കുന്നു. അതൊന്നും ഇല്ലാന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. അത് കേട്ടതും അവരിൽ ഒരാളാകട്ടെ ഗോവർദ്ധനെ മയക്കിക്കെടുത്തുകയും അയാളെ അബോധാവസ്ഥയിൽ തന്നെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് ദൂരങ്ങൾ താണ്ടി അയാളെ എത്തിക്കുന്നത് അവർ സ്റ്റീഫന്റെ അടുത്തേക്കായിരുന്നു. അതേ ടൈമിൽ ഇവിടെ ജിതിനാകട്ടെ ബജ്രംഗയുടെ കൂടെ ചേർന്നിട്ട് പുതിയ പാർട്ടിയുടെ രൂപീകരണത്തിന് തിരക്കിലായിരുന്നു. തനിക്കെതിരെയുള്ള എല്ലാ കേസുകളും തേച്ചു മായ്ച്ചു കളയണമെന്നും IUF PKR പാർട്ടിയുടെ അടുത്ത 5 വർഷത്തേക്കുള്ള ഫണ്ടിംഗ് എല്ലാം തന്നെ തനിക്ക് ഗ്യാരണ്ടി ആയിട്ട് തരണമെന്നും ASM പാർട്ടി നേതാവിനോട് ജിതിൻ രാംദാസ് പറയുന്നു. ഇവിടെ ഒരുപാട് ദൂരം താണ്ടി റാവുത്തറിന്റെ ആൾക്കാർ ഗോവർദ്ധനെ സ്റ്റീഫന്റെ അടുത്ത് എത്തിച്ചിരിക്കുന്നു. സ്റ്റീഫനെ കണ്ടതും ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്തിന്റെ മുന്നിൽ നിന്നും മറച്ചു വെക്കുന്ന രഹസ്യം എന്താണെന്ന്. എന്നാൽ ആ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ കണ്ണുമൂടി കെട്ടി ദിശയറിയാതെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ പറ്റൂ എന്നാണ് സ്റ്റീഫൻ തിരിച്ചു പറയുന്നത്. നിങ്ങൾ എന്നെ കാണാൻ വന്നത് എന്തിനാണെന്നും എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും എനിക്ക് നേരത്തെ തന്നെ അറിയാം. ജിതിൻ രാംദാസ് വഴിതെറ്റിയിരിക്കുന്നു. അങ്ങനെ ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ മറ്റാരെയാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്. ഗോവർദ്ധൻ സ്റ്റീഫനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളും ഖുറേഷി എബ്രഹാം ഗ്യാങ്ങും തമ്മിൽ എന്താ ബന്ധമെന്ന്. നിങ്ങളുടെ കയ്യിൽ ഞാൻ കണ്ടൊരു മോതിരം ഖുറേഷി എബ്രഹാം ഗ്യാങ്ങിലുള്ള ഒരാളുടെ കയ്യിൽ ഞാൻ കണ്ടു. എന്നാൽ ഗോവർദ്ധൻ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ സ്റ്റീഫൻ അയാളോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒരു തവണ കൂടി ഉപയോഗിക്കുമെന്ന്. പക്ഷെ ഇത്തവണ എന്റെ റൂൾസ് എല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ കളി കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് നിങ്ങളെ ഞാൻ അറിയിച്ചിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് ഗോവർദ്ധൻ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ പലരും എന്നെ പല പേരുകളും ഇട്ട് വിളിക്കും. പക്ഷെ ആ കൂട്ടത്തിലെല്ലാം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഗോവർദ്ധൻ എനിക്ക് തന്ന പേരാണ് ലൂസിഫർ. അത്രയും
പറഞ്ഞിട്ട് സ്റ്റീഫൻ അവിടെ നിന്നും പോയി. ഇവിടെ കാർത്തിക് ആകട്ടെ ജിതിനോട് ചോദിക്കുന്നുണ്ട്, സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലൊരാളിനെ നിങ്ങൾ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നതെന്ന്. ഒരു സർനെയിമിനപ്പുറം ഒരു പൊളിറ്റിക്കൽ ലീനേജും ഇല്ലാത്ത എന്നെ പിടിച്ചുകൊണ്ടുവന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താൻ അയാൾക്ക് സാധിച്ചെങ്കിൽ നമ്മൾ കാണുന്നതിനപ്പുറം അയാൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ഈ നാട്ടിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും പേടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ശക്തി തന്നെയായിരുന്നു സ്റ്റീഫൻ. അതുകൊണ്ട് ഞാനുണ്ടാക്കുന്ന ഈ പുതിയ പാർട്ടിക്കെതിരായിട്ട് അയാൾ ഒരിക്കലും നിൽക്കില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് തരണം. അത് നിങ്ങൾ ബജ്രംഗിയോട് പറയുകയും വേണം. സ്റ്റീഫൻ ഒരു കാരണവശാലും എനിക്കെതിരെ വരാൻ പാടില്ല. അതേസമയം മറ്റൊരിടത്ത് മെട്രോയിൽ നിന്നും ഒരു ബോഡി കണ്ടെത്തുന്നു. തുടക്കത്തിൽ ആ ഡ്രഗുമായിട്ട് പോയിരുന്ന ലിയോനോവിന്റെ ബോഡിയായിരുന്നു അത്. അയാളുടെ ശരീരത്തിൽ നിന്നും ഒരു മെമ്മറി കാർഡ് അവർ കണ്ടെത്തിയിരുന്നു. മിഷേലും മറ്റു ഓഫീസേഴ്സും ചേർന്നിരുന്ന് അത് പരിശോധിക്കുന്നു. അതിലുണ്ടായിരുന്ന കുറച്ച് അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റുമായിരുന്നു. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു സീക്രട്ട് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഫയൽ ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നത് നമ്മുടെ ഖുറേഷി എബ്രഹാമും കബൂഗയും തമ്മിൽ കണ്ടുമുട്ടാൻ തീരുമാനിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരും ഡീറ്റെയിൽസും എല്ലാം തന്നെയായിരുന്നു. അതേസമയം ഇവിടെ ഗോവർദ്ധനാകട്ടെ കാർത്തികിനോട് പറയുന്നുണ്ട്, അടുത്ത 48 മണിക്കൂറിനുള്ളിൽ സ്റ്റീഫൻ ഒരു ആഫ്രിക്കൻ ഡ്രഗ് കാർട്ടലിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. ഇറാഖിലുള്ള കരക്കോഷ് എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് അവർ പോകുന്നത്. ഗോവർദ്ധൻ ഇപ്പോൾ കാർത്തികിനെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നത് സ്റ്റീഫൻ പറഞ്ഞ പ്രകാരമായിരിക്കാം. മിഷേലിന്റെയും സംഘത്തിന്റെയും കയ്യിൽ ഈ മെമ്മറി കാർഡ് എത്തുന്ന രീതിയിൽ ആ ബോഡി അവിടെ കൊണ്ടുവച്ചതും ഖുറേഷി എബ്രഹാമിന്റെ ഗ്യാങ് തന്നെയാണ്. ഇതിന്റെയൊക്കെ പിന്നില് വലിയൊരു കളിയുണ്ട്. അങ്ങനെ ഖുറേഷിയും ഗ്യാങ്ങിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മിഷേലും ഗ്യാങ്ങും ഇറാഖിലുള്ള ആ സ്ഥലത്തേക്ക് പോകുന്നു. ഇതാണ് മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു സീൻ. പള്ളിയിലേക്ക് ഖുറേഷിയും ഗ്യാങ്ങും എത്തുന്നു. ഇതുവരെയും ആർക്കും തന്നെ തന്റെ ഫേസ് കാണിച്ചു കൊടുക്കാത്ത ഖുറേഷിയാകട്ടെ അന്ന് ആദ്യമായിട്ട് തന്റെ ഫേസ് കാണുന്ന രീതിയിൽ പുറത്തേക്ക് ഇറങ്ങുകയും അവിടെയെല്ലാം തന്നെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കി ആ ക്യാമറയിലേക്ക് നോക്കുകയും ചെയ്യുന്നു. ആ ഓഫീസേഴ്സ് ഒന്നും തന്നെ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഖുറേഷി അങ്ങനെ ഒരു കാര്യത്തിന് മുതിരുമെന്ന്. മുഖത്തെ കണ്ണട പോലും മാറ്റി അയാൾ ക്ലിയർ ആയിട്ട് തന്റെ ഫേസ് കാണുന്ന രീതിയിൽ തിരിഞ്ഞു നിന്നു. അയാൾക്ക് ചുറ്റും ആൾക്കാരുണ്ടെന്ന് അയാൾ ഓൾറെഡി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. എന്നിട്ട് പോലും അയാൾ അങ്ങനെ തന്റെ ഫേസ് കാണിച്ചിരിക്കുന്നു. അതിന്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. ആ പള്ളിക്കുള്ളിലേക്ക് ഖുറേഷിയുടെ ഗ്യാങ്ങിനൊപ്പം കബൂഗയുടെ ഗ്യാങ്ങും എത്തിയിട്ടുണ്ടായിരുന്നു. രണ്ട് ഗ്യാങ്ങിനെ ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ അകത്തേക്ക് പോകട്ടെ എന്ന് മിഷേൽ ചോദിക്കുമ്പോൾ ബോറിസ് പറയുന്നുണ്ട് ഇപ്പോഴേ വേണ്ട എന്ന്. ബാക്കിയുള്ള ഓഫീസേഴ്സ് എല്ലാം ബോറിസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്യുന്നതെന്ന്. ഗോൾഡൻ ഡയമണ്ട്സും ഒക്കെ നിന്റേതാണെന്നും നാർക്കോട്ടിക്സും മറ്റും തന്റേതാണെന്നും നേരത്തെ തന്നെ പറഞ്ഞതല്ലേ എന്ന് കബൂഗ ചോദിക്കുമ്പോൾ ഖുറേഷി പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഡീൽ നമുക്കിടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന്. പിന്നീട് കുറച്ചു കഴിയുമ്പോൾ മിഷേൽ കേൾക്കുന്നത് അവിടെ നിന്നും വെടിവെച്ചകളായിരുന്നു. ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, ഉള്ളിലേക്ക് പോവുകയാണെന്ന് അവൾ പറയുന്നു. ബോറിസ് അവളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും അത് കേൾക്കാതെ മിഷേലും സംഘവും ഉള്ളിലേക്ക് പോകുന്നു. എന്നാൽ അവർ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവിടെ വലിയൊരു സ്ഫോടനം നടക്കുകയും ഇവരെല്ലാം തെറിച്ച് ദൂരേക്ക് വീഴുകയും ചെയ്യുകയാണ്. ആ സംഭവത്തിന് ശേഷം ഗോവർദ്ധൻ ഒരു മെസ്സേജ് വരുന്നുണ്ട്, നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പിന്നീട് എല്ലാവരും കേൾക്കുന്നത് സ്റ്റീഫന്റെ മരണ വാർത്തയായിരുന്നു. ഇറാഖിലെ തീവ്രവാദ ആക്രമണത്തിൽ വെച്ചിട്ട് സ്റ്റീഫൻ നെടുമ്പള്ളി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളായിരുന്നു എല്ലാ ന്യൂസ് ചാനലുകളിലും. സ്റ്റീഫനെ സ്നേഹിച്ചിരുന്ന എല്ലാവരെയും ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു അത്. ജിതിൻ രാംദാസിനെ തടുക്കാൻ ശേഷിയുള്ള ഒരാളാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഇനി അവനെ തടുക്കാൻ ആർക്കും സാധ്യമാകില്ല എന്നുള്ള ടെൻഷനിലായിരുന്നു വർമ്മയും എതിർ പാർട്ടി അംഗവും. ഹോസ്പിറ്റലിൽ കിടന്ന മിഷേലിന് മനസ്സിലായി ഇവരെ എല്ലാവരെയും അവിടേക്ക് എത്തിച്ചത് ഖുറേഷി തന്നെയായിരുന്നു എന്ന്. മനഃപൂർവ്വം അവന്റെ മുഖം നമ്മൾ കാണാൻ വേണ്ടി തന്നെയാണ് അവൻ അങ്ങനെ ചെയ്തത്. പോകുന്നതിന് മുമ്പ് ബോറിസ് ആകട്ടെ കുറച്ച് ഫോട്ടോസ് മിഷേലിന്റെ കയ്യിൽ കൊടുത്തിട്ടാണ് പോകുന്നത്. ഖുറേഷി എബ്രഹാം നമ്മുടെ ഏജൻസീസിന് ഒരു നല്ല കാര്യം തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നു. ആ ഫോട്ടോസ് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഖുറേഷി കൊന്ന തന്റെ ഫ്രണ്ട് റോബർട്ട് ആ ഡ്രഗ് ഡീലേഴ്സിന്റെ കൂടെയുള്ള ആളായിരുന്നുവെന്ന്. ഇന്റർപോൾ ഉദ്യോഗസ്ഥനായിട്ട് പോലും അവൻ ഡ്രഗ് ഡീലിങ്ങിന് കൂട്ടുനിന്നു. അവൾ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത് ഖുറേഷിയെ പറ്റി അന്വേഷിക്കാൻ റോബർട്ട് ശ്രമിച്ചതുകൊണ്ടാണ് ഖുറേഷി റോബർട്ടിനെ കൊന്നതെന്നാണ്. അതേ ടൈമിൽ നെടുമ്പള്ളി ഡാം പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രിയദർശിനി അവിടേക്ക് വരാനിരിക്കുകയായിരുന്നു. പ്രിയദർശിനി അവിടെ പോവുകയാണെങ്കിൽ ജതിൻ രാംദാസിന് പരസ്യമായിട്ട് അവൾ എതിർ നിൽക്കുന്നതിന് തുല്യമായിരിക്കും. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവൾക്ക് ജിതിന്റെ കോള് വരുന്നു. നീ ഇന്നൊരിക്കലും അവിടെ പോകാൻ പാടില്ല എന്നും ഇതൊരു റിക്വസ്റ്റ് അല്ല എന്നും ഞാൻ പറയുന്നത് നീ കേൾക്കണമെന്നും അവൻ ആജ്ഞാപിക്കുന്നു. PKRന്റെ മകളെന്നുള്ള വില നിനക്കിപ്പോഴില്ല. 5 കൊല്ലം മുമ്പ് നാട് വിട്ടുപോയ സ്റ്റീഫനും മരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്നത് PKRന്റെ മകനുമല്ല, നിന്റെ സഹോദരനുമല്ല, ഈ നാടിന്റെ CM ആണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നീ പോകാൻ പാടില്ല. എന്നാൽ അവൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അതിന് പോകാൻ തന്നെയായിരുന്നു പ്രിയദർശിനിയുടെ തീരുമാനം. ഇവിടെ ASMന്റെ പാർട്ടി പ്രവർത്തനാകട്ടെ ആ മുന്നേ വിളിച്ചിട്ട് പറയുന്നുണ്ട്, പ്രിയദർശിനി അവിടെ പോയി കഴിഞ്ഞാൽ അത് IUFന് വീണ്ടും സപ്പോർട്ടാകും. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും തടയണമെന്ന്. താൻ ബജ്രംഗിയോട് സംസാരിച്ചിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് മുന്ന പറയുന്നു. ആ സമ്മേളനത്തിന്റെ ഇടയ്ക്ക് വെച്ച് പ്രിയദർശിനിയെ കൊല്ലാനായിരുന്നു അവരുടെ പ്ലാൻ. അവിടേക്ക് അവൾ വരില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് പ്രിയദർശിനി ആ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തി. ഈ ഡാമിനു ചുറ്റും ഇവിടുത്തെ മിനിസ്റ്റർ പണിയുന്ന മതിലുകൊണ്ട് ഒരിക്കലും ഈ ഡാമിന് മൂലം ഉണ്ടാകുന്ന അപകടം ഒഴിഞ്ഞു മാറില്ല. പിന്നെ എന്തിനാണ് ഇവിടുത്തെ പാവപ്പെട്ട ആദിവാസികളുടെയും ആൾക്കാരുടെയും ഭൂമി കയ്യേറി ഇങ്ങനെയൊരു ചെക്ക് ഡാം പണിയുന്നതെന്ന് പ്രിയദർശിനി ചോദിക്കുന്നു. ജതിൻ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികളെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് തടയുമെന്ന് തന്നെയായിരുന്നു പ്രിയദർശിനി അവിടെ പറഞ്ഞത്. അതിനിടയ്ക്ക് അവർക്ക് നേരെ അറ്റാക്ക് ഉണ്ടാവുകയും അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരികയും ചെയ്യുന്നു. കൂടി നിന്നിരുന്ന ആൾക്കാരെല്ലാം പല വഴിക്ക് ഓടി. പ്രിയദർശിനിയെ സംരക്ഷിക്കാൻ കുറച്ചുപേർ ശ്രമിക്കുന്നുണ്ട്. അവളെയും കൊണ്ട് അവർ ദൂരെ ഓടിപ്പോകുന്നു. എന്നാൽ അവരെ പിന്തുടർന്ന് പ്രിയദർശിനിയെ കൊല്ലാൻ ആൾക്കാരുണ്ടായിരുന്നു.
പ്രിയദർശിനി ചുറ്റുമുണ്ടായിരുന്ന അവളുടെ ആൾക്കാരെ എല്ലാം തന്നെ പിറകെ വന്ന ആൾക്കാർ എറിഞ്ഞു വീഴ്ത്തി. ഒടുവിൽ അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് ബജ്രംഗിയുടെ ആൾക്കാർ അവളുടെ അടുത്ത് എത്തിയപ്പോഴേക്കും അവളെ രക്ഷിക്കാൻ സ്റ്റീഫൻ അവിടേക്ക് എത്തുന്നു. സ്റ്റീഫന്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ ബജ്രംഗിയുടെ ഗ്യാങ്ങിലെ ആൾക്കാരെ എല്ലാം തന്നെ കൊന്നൊടുക്കി. മരിച്ചു എന്ന് പറഞ്ഞ സ്റ്റീഫൻ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട് പ്രിയദർശിനി പോലും അത്ഭുതപ്പെട്ടു. ഇനി ആ ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. പള്ളിയിൽ വെച്ച് അവിടെ ഉണ്ടായ അറ്റാക്കില് സ്റ്റീഫൻ അഥവാ ഖുറൈശി മരിച്ചു എന്നല്ലേ എല്ലാവരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ അറ്റാക്കില് കബൂഗയുടെ ഗ്യാങ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ സയ്യിദും കൂട്ടരും വന്നിട്ട് കബൂഗയുടെ ഗ്യാങ്ങിനെ കൊന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അണ്ടർഗ്രൗണ്ട് വഴി ഖുറൈശിയും സയ്യിദും എല്ലാം തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി. താൻ മരിച്ചു എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം കൂടി അവിടെ ഊരിയിട്ടിട്ടാണ് ഖുറൈശി അവിടെ നിന്നും പോയത്. പോകുന്നതിന് മുമ്പ് അവിടെ എല്ലാം തന്നെ ബോംബിട്ട് തകർക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കിട്ടിയ മൃതദേഹങ്ങളൊന്നും തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റുന്നതായിരുന്നില്ല. ഇവിടെ പ്രിയദർശിനിയെ തേടി പോലീസുകാരെത്തിയപ്പോഴേക്കും സ്റ്റീഫനും കൂട്ടരും എല്ലാവരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവർ കൊന്നിട്ടിരുന്ന ബജ്രംഗിയുടെ ആൾക്കാരുടെ മൃതദേഹങ്ങളും അവർ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. സ്റ്റീഫൻ ആ പള്ളിയിലച്ഛനെ കണ്ട് പറയുന്നുണ്ട്, ദൈവപുത്രൻ വിധിച്ച പാപങ്ങളുടെ വിളവെടുക്കാൻ ദത്തുപുത്രന് ഇവിടേക്ക് വരേണ്ടി വന്നുവെന്ന്. അതായത് ജിതിൻ രാംദാസ് ചെയ്ത തെറ്റുകൾക്ക് അവനെ ശിക്ഷിക്കാനാണ് സ്റ്റീഫൻ വന്നത്. പക്ഷേ ഇവിടെ ജിതിന് പോലും അറിയില്ലായിരുന്നു പ്രിയദർശിനിയെ കൊല്ലാൻ ആൾക്കാരെ അയച്ചത് ബജ്രംഗിയാണെന്നുള്ള കാര്യം. സ്റ്റീഫൻ പ്രിയദർശിനിയെ കണ്ട് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ രാംദാസ് സാറിന്റെ മേശപ്പുറത്തൊരു ഫയൽ ഉണ്ടാകും. അതെല്ലാം വായിച്ച ശേഷം മാത്രമേ അവൾ കാണാൻ പോകുന്ന ആൾക്കാരെ കാണാൻ പാടുള്ളൂ. ആ ഫയൽ വായിച്ച ശേഷം അവൾ IUF അംഗങ്ങളുടെ അടുത്തേക്ക് പോകുന്നു. PKR ഇരിക്കുന്ന ചെയറിൽ പോയിരുന്നിട്ട് അവൾ എല്ലാവരോടുമായി പറയുന്നുണ്ട്, താൻ സജീവമായിട്ട് IUFിലേക്ക് വരികയാണെന്ന്. ഞാൻ IUFിലേക്ക് ഒഫീഷ്യലായിട്ട് കയറുന്നതിന് മുമ്പ് എനിക്ക് 4 കണ്ടീഷൻസ് ഉണ്ട്. ആദ്യത്തെ കണ്ടീഷൻ IUFിലേക്കുള്ള എന്റെ ജോയിനിങ് ഫോർമാലിറ്റി ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ പൂർത്തിയാക്കണം. രണ്ടാമത്തത് താനൊരു മെമ്പറായിട്ടായിരിക്കില്ല, പാർട്ടിയുടെ ലീഡറായിട്ടായിരിക്കും വരുന്നത്. മൂന്നാമത്തത് താൻ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവൾക്കെതിരെ ഒരു നോൺ ബെയിലബിൾ അറസ്റ്റ് വാറന്റ് കൊണ്ടുവരും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പാർട്ടിയുടെ ഓരോ നേതാവും എനിക്കിപ്പോ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. പിന്നെ നാലാമത്തെ കാര്യം, താൻ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യം നാളെ എല്ലാ മീഡിയാസിന്റെ മുന്നിലും ഒരു പൊതുസമ്മേളനത്തിലൂടെ എല്ലാവരെയും അറിയിക്കും. അവളുടെ ആ തീരുമാനങ്ങളെല്ലാം IUF സംഘങ്ങൾ കൈയടിച്ച് പാസ്സാക്കുന്നു. അങ്ങനെ പിറ്റേന്ന് PKR ഭവനിൽ എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. പാർട്ടിയിലെ അംഗങ്ങളൊക്കെ മുരുകനോട് ചോദിക്കുന്നുണ്ട്, ഇവരെ കൊണ്ട് ഇതിനൊക്കെ സാധിക്കുമോ എന്ന്. മുരുകൻ തിരിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, ജനങ്ങളുടെ പൾസ് അറിയാവുന്നവരാണ് ഇവരെങ്കിൽ ഇന്നിവർ 3 കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യും. ഒന്നാമത്തെ കാര്യം, ഇന്ന് വരെ അവരെ ജനങ്ങളുടെ ലുക്കിലായിരിക്കില്ല അവരിന്നിവിടേക്ക് വരാൻ പോകുന്നത്. രണ്ടാമത്, അവർ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോറിൻ വണ്ടി, അതിലായിരിക്കില്ല അവരിന്നിവിടേക്ക് വരാൻ പോകുന്നത്. മൂന്നാമത്തത് എന്താണെന്ന് അയാൾ ചോദിക്കുമ്പോൾ മുരുകൻ പറയുന്നുണ്ട്, വലിയ ജനനേതാക്കൾ ഉണ്ടാകുന്നത് വെറുതെ കുറെ കവലപ്രസംഗങ്ങൾ നടത്തിയല്ല, ജനങ്ങൾക്കിടയിൽ ജനങ്ങൾ പോലും അറിയാതെ അവരുടെ മനസ്സിൽ അവരൊരു തീപ്പൊരു കോരിയെറിയും. അതെന്താണെന്ന് നിനക്കിന്ന് കണ്ടു മനസ്സിലാക്കാം. അതായിരിക്കും ആ മൂന്നാമത്തെ കാര്യം. മുരുകൻ പറഞ്ഞ പോലെ തന്നെ അന്ന് ആരും കാണാത്ത വ്യത്യസ്തമായ വേഷത്തിൽ പ്രിയദർശിനി അവിടേക്ക് വരുന്നു. എല്ലാവരും അത് കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. എന്നോ മരിച്ച PKRന്റെ മകൾ എന്ന പട്ടമാണ് തനിക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാര് തനിക്ക് കൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ അവരാരും തന്നെ ഭയക്കില്ല എന്ന് പ്രിയദർശിനി പറയുന്നു. മറിച്ച് അവർ ആഗ്രഹിക്കുന്ന ദിശയ്ക്ക് വിപരീതമായിട്ട് ഈ നാടിനെ നന്മയിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു നേതാവായിട്ടാണ് അവരെന്നെ കാണുന്നതെങ്കിൽ അവരെന്നെ ഭയക്കും. അങ്ങനെയാണെങ്കിൽ ആ ഭയം ഇന്നിവിടെ വെച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവളത് പറഞ്ഞു തീർന്നതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസി ഒരു നോൺ ബെയിലബിൾ അറസ്റ്റ് വാറന്റുമായിട്ട് അവിടേക്ക് വരുന്നു. ജനങ്ങളെല്ലാം അവരെ തടഞ്ഞെങ്കിലും അവരെ കടത്തിവിടാൻ പ്രിയദർശിനി ആവശ്യപ്പെടുന്നു. മണി ലോണ്ടറിംഗും മറ്റുമായിരുന്നു അവളുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റം. ഈ ഒരു സെക്ഷൻസ് പ്രകാരം അറസ്റ്റ് ചെയ്യുമ്പോൾ ഹാൻഡ് കഫ് ചെയ്യേണ്ടതെന്ന് അവൾ അങ്ങോട്ട് ചോദിക്കുന്നു. അതൊന്നും വേണ്ട മാം, തന്റെ കൂടെ വന്നാൽ മതി എന്നാണ് അവര് പറയുന്നത്. എന്നാൽ പ്രൊസീജിയർ അങ്ങനെ തന്നെ ചെയ്യാനാണ് അവൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ അവർ അവളെ ഹാൻഡ് കഫ് ചെയ്യുന്നു. ആ ഒരു നിമിഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പ്രിയദർശിനിക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്നുണ്ട്. നേരത്തെ മുരുകൻ പറഞ്ഞില്ലേ, ജനങ്ങൾ പോലും അറിയാതെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു നേതാവിന് ഒരു തീപ്പൊരി കോരിയിടാൻ സാധിക്കുമെന്ന്. അത് ഇത് തന്നെയായിരുന്നു. അവർ പോലും അറിയാതെ പ്രിയദർശിനി അവരുടെ മനസ്സിലെ നേതാവായി മാറിയിരിക്കുന്നു. തന്റെ കയ്യിലണിച്ചിരിക്കുന്ന ഈ വിലങ്ങ് എല്ലാവരും കാണണമെന്നും അനീതിക്കും അക്രമത്തിനും എതിരെ പ്രതികരിക്കുന്ന കൈകളെ അവരിങ്ങനെയാണ് ബന്ധിക്കുന്നതെന്ന് അവൾ എല്ലാവരോടും പറയുന്നു. എന്നാൽ കൈകളെ മാത്രമേ അവർക്ക് ബന്ധിക്കാൻ സാധിക്കൂ, ആശയങ്ങളെ ഒരിക്കലും അവർക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇവിടെ ജിതനാകട്ടെ മുന്നയുടെ കൂടെ ചേർന്നിട്ട് ബജ്രംഗിയെ കാണാൻ പോവുകയായിരുന്നു. ആ വണ്ടിയിൽ കാർത്തിക്കും ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് കാർത്തിക്കിന് ഗോവർദ്ധന്റെ കോള് വരുന്നു, സ്റ്റീഫൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട്. അടുത്ത നിമിഷം തന്നെ സ്റ്റീഫന്റെ ആൾക്കാര് ആ വണ്ടികളെല്ലാം ആക്രമിക്കുകയും ജിതിനെയും മുന്നെയും അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരെയും തന്നെ കൊന്നു. എന്നാൽ അതിനിടയ്ക്ക് കാർത്തിക് മാത്രം ഇവരുടെ കണ്ണു വെട്ടിച്ച് വണ്ടിക്കടിയിൽ ഒളിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന കാർത്തികാകട്ടെ ബജ്രംഗിയോട് പറയുന്നുണ്ട്, അവരെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് തനിക്കറിയില്ല, പക്ഷേ അതിന് തൊട്ടു മുൻപ് സ്റ്റീഫൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു കാര്യം മാത്രം ഞാൻ അറിഞ്ഞുവെന്ന്. ഒരുപക്ഷെ അയാൾ തന്നെയായിരിക്കാം ഇതിന്റെ എല്ലാം തന്നെ പിന്നിൽ. ഇവിടെ തട്ടിക്കൊണ്ടുപോയ ജിതിന്റെ മുന്നിലേക്ക് സ്റ്റീഫൻ വന്നതും ജിതിൻ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കും.
വെച്ചിരിക്കുകയാണ്. സ്റ്റീഫൻ ജിതിനോട് പറയുന്നുണ്ട്, ഇന്ത്യയിൽ പ്രത്യേകിച്ച് IUF ഒരു അലിഖിത നിയമമുണ്ട്. ഒരു രാഷ്ട്രീയ ദൈവം മരിച്ചാൽ അയാൾ തുടങ്ങിവെച്ച നന്മകൾക്ക് തുടർച്ച നൽകാൻ കഴിവും ഭരണപരിചയവുമുള്ള അനുയായികൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പിന്തുണ നൽകില്ല. പാർട്ടിയിലുള്ള എല്ലാവരെയും കടിപിടി കൂടാതെ നിർത്താനും ബാലറ്റ് പെട്ടികൾ നിറയാനും കയ്യടികൾ നേടാനും മരിച്ചുപോയ ദൈവത്തിന്റെ മുഖമുള്ള ഒരാൾ തന്നെ ആ പാർട്ടിയുടെ നേതാവായിട്ട് വരും. അത് അയാളുടെ നിയമാനുസൃത സന്താനങ്ങൾ തന്നെയായിരിക്കും. അതുപോലെ ഈ ഒരു സ്ഥാനത്തേക്ക് നിന്നെയും കൊണ്ടുവന്നു. അവിടെ തനിക്ക് തെറ്റിപ്പോയി എന്നും സ്റ്റീഫൻ പറയുന്നു. എന്നാൽ ഇത്രയും കാലം ചേട്ടൻ പറയുന്നത് കേട്ട് അതുപോലെ ചെയ്തുകൊണ്ടിരുന്ന ജിതിനല്ല താനെന്നും അച്ഛന്റെ പേരിന്റെ പിൻബലത്തിൽ മാത്രമല്ല താൻ ഇവിടെ വരെ എത്തിയതെന്നും അവൻ പറയുന്നു. കുറച്ചു കഴിയുമ്പോൾ കാർത്തികിന്റെ ഫോണിലേക്ക് ജിതിന്റെ കോള് വരുന്നു. ഇത് ജിതിനല്ല എന്നും സ്റ്റീഫൻ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് ബജ്രംഗി ആ കോൾ എടുക്കുന്നു. താൻ ആരാണെന്ന് അറിയാമോ എന്ന് ബജ്രംഗി സ്റ്റീഫനോട് ചോദിക്കുമ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട്, നിങ്ങൾ ബൽരാജ് ആണെന്ന്. വർഷങ്ങൾക്ക് ശേഷം തന്റെ യഥാർത്ഥ പേര് ഒരാൾ ഉച്ചരിക്കുന്ന കേട്ടതും ബജ്രംഗി ഞെട്ടിപ്പോയി. ബൽരാജ് പട്ടേല് ബജ്രംഗിയായ കഥയൊക്കെ തനിക്ക് അറിയാമെന്ന് സ്റ്റീഫൻ പറയുന്നു. ബജ്രംഗിക്ക് തന്റെ അനിയനെ ജീവനോടെ കാണണമെങ്കിൽ നാളെ പ്രിയദർശിനി രാംദാസ് അവളുടെ മേലുള്ള എല്ലാ കേസുകളിൽ നിന്നും ഒഴിവായി പുറത്തിറങ്ങിയിരിക്കണം. അവർക്കെതിരെയുള്ള കേസുകളെല്ലാം തന്നെ തെളിവുകളുടെ അഭാവത്തിൽ തള്ളിപ്പോയി എന്നുള്ള കാര്യം എല്ലാ ന്യൂസ് ചാനലുകളിലും ഇന്ന് പ്രൈം ടൈമിൽ റൺ ചെയ്തിരിക്കണം. മാത്രമല്ല താൻ പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ തന്റെ അനിയനെ കിട്ടൂവെന്നും ബജ്രംഗിയോട് അയാൾ പറയുന്നു. അതിനുശേഷം സ്റ്റീഫനാകട്ടെ സയ്യിദിന് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ഈ ബജ്രംഗിയുടെ ഫോട്ടോ ആയിരുന്നു അത്. വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തിനെയും കൊന്നത് ഇയാൾ തന്നെയായിരുന്നല്ലോ. അതുകൊണ്ട് ഇയാളുടെ കഥ കഴിക്കാൻ സയ്യിദിനെ തന്നെയാണ് സ്റ്റീഫൻ തിരിച്ചു വിളിക്കുന്നത്. അന്ന് തന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ട സയ്യിദ് എത്തിച്ചേർന്നത് തീവ്രവാദ സംഘടനയിലേക്കായിരുന്നു. നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടതിന് കാരണം ഹിന്ദുസ്ഥാനാണെന്നും അതുകൊണ്ട് അവരോട് പകരം ചെയ്യണമെന്നും ഈ തീവ്രവാദ സംഘടന ഇവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ തന്റെ രാജ്യമല്ല തന്നോട് തെറ്റ് ചെയ്തതെന്നും കുറച്ച് ആൾക്കാർ മാത്രമാണ് തന്നോട് തെറ്റ് ചെയ്തതെന്നും സയ്യിദിന് അറിയാമായിരുന്നു. അങ്ങനെ ഇവരുടെ മനസ്സിൽ തീവ്രവാദവും വിദ്വേഷവും എല്ലാം തന്നെ അവർ കുത്തിനിറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കുട്ടികളെയും കൊണ്ട് പോകുന്ന വഴിക്ക് ആ വണ്ടിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു. അന്ന് അവരെ രക്ഷിക്കാൻ അവിടേക്ക് വന്നത് ഖുറേഷി എബ്രഹാം ആയിരുന്നു. അങ്ങനെയാണ് സയ്യിദ് ഖുറേഷിയുടെ അടുത്തെത്തുന്നത്. അന്ന് അവന്റെ കുടുംബത്തെ കൊന്ന ആൾക്കാരോട് പകരം ചെയ്യണമെന്ന് അവൻ ആഗ്രഹം തോന്നിയിരുന്നു. എന്നാൽ അന്ന് ഖുറേഷി അവനോട് പറയുന്നുണ്ട്, നിന്റെ പക നിന്റേത് മാത്രമല്ലാതായി തീരുന്ന ഒരു ദിവസം വരും. ആ ദിവസം ഇപ്പോൾ എത്തിയെന്നും നിന്റെ കുടുംബത്തെ നശിപ്പിച്ച ബൽരാജ് എന്ന ആ ബജ്രംഗിയെ നമ്മൾ നാളെ കാണുമെന്നും സയ്യിദിനോട് അയാൾ പറയുന്നു. എവിടെ മുന്നേക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡാം താൻ ബോംബ് വെച്ച് തകർത്തിട്ട് കേരളത്തെ മുഴുവൻ കടലിലാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ബജ്രംഗി അവിടെ നിന്നും മുന്നേ രക്ഷിക്കാൻ പോകുന്നത്. അയാൾ അവിടേക്ക് ചെല്ലുമ്പോൾ മുന്നേ അടിച്ചവശനാക്കി അയാളുടെ ശരീരത്തിൽ ബോംബ് വെച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ്. തന്റെ അടുത്തേക്ക് വരരുതെന്ന് മുന്നേ പറഞ്ഞെങ്കിലും ഇവരാരും കേട്ടില്ല. അവരടുത്തേക്ക് ചെല്ലുന്ന നിമിഷത്തിനുള്ളിൽ തന്നെ മുന്നയുടെ ശരീരത്തിലെ ബോംബ് പൊട്ടുകയും അയാൾ ചിതറിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ കാലങ്ങളായിട്ട് സയ്യിദ് മനസ്സിൽ കൊണ്ടു നടന്ന പക വീട്ടാനുള്ള നേരമെത്തിയിരിക്കുന്നു. സ്റ്റീഫനും സയ്യിദും ചേർന്നിട്ട് ബജ്രംഗിയും കൂട്ടരെയും നേരിടുകയാണ്. അങ്ങനെ അവസാനം ബജ്രംഗി അവർ രണ്ടുപേരും ചേർന്ന് കൊന്നു. പിന്നീട് കാണിക്കുന്നത് പത്രങ്ങളിലെല്ലാം തന്നെ ബജ്രംഗി മിസ്സിംഗ് ആണെന്നുള്ള ന്യൂസുകളായിരുന്നു. അതിന്റെ പേരിൽ നാട്ടിലെങ്ങും തന്നെ പ്രതിഷേധം നടക്കുകയാണ്. അയാൾ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കും തന്നെ അറിയില്ല. അതേസമയം ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് കാർത്തിക് ആരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു പയ്യൻ വന്നിട്ട് കാർത്തികിനെ കൊന്നിട്ട് പോവുകയാണ്. കാർത്തിക് മരിച്ചു കിടക്കുന്ന ഫോട്ടോ ജിതിനെ അവർ കാണിക്കുന്നുണ്ട്. നെടുമ്പള്ളി ഡാം ബോംബ് വെച്ച് തകർക്കാനുള്ള പ്ലാനെല്ലാം തന്നെ പോലീസുകാർ തടഞ്ഞു എന്നുള്ള കാര്യം ന്യൂസിലൊക്കെ കാണിക്കുന്നു. ഒരു അജ്ഞാതന്റെ ഫോൺ കോളിലൂടെയാണ് അവിടെ ബോംബ് വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പോലീസുകാർ മനസ്സിലാക്കിയത്. അതേസമയം ജയിലിൽ നിന്ന് പുറത്തു വന്ന പ്രിയദർശിനിക്ക് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നു. അവസാനം സ്റ്റീഫനാകട്ടെ ജിതിനോട് പറയുന്നുണ്ട്, നിന്റെ മുന്നിൽ ഇനി 2 വഴികൾ മാത്രമേ ഉള്ളൂ എന്ന്. ഒന്നാമത്തേത് IUF മടങ്ങിപ്പോയി പ്രിയയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്ന അനുസരണയുള്ള ഒരു പാർട്ടി പ്രവർത്തകനാകുക. രണ്ടാമത്തേത് വലിയ തിന്മകളിലേക്ക് വീണ്ടും വഴിതെറ്റിപ്പോയി വിമൽ നായരെയും ബജ്രംഗിയും പോലെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അവസാനിക്കാം. എന്താണെങ്കിലും ഡിസിഷൻ നിന്റേത് മാത്രമായിരിക്കുമെന്ന് പറയുന്നു. ഒന്നും വേണ്ടാതെ ജിതിനാകട്ടെ ആ ഹെലികോപ്റ്ററിൽ കയറി പോവുകയാണ്. ആ സമയത്ത് സ്റ്റീഫന് ബോറിസിന്റെ കോള് വരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വിളിക്കുന്നത് ബോറിസ് ആയിരുന്നില്ല. അയാൾ ആരുടെയോ തോക്കിന്റെ മുനയിലാണ് നിൽക്കുന്നത്. കബൂഗ കാർട്ടലിനെ നീ ഇല്ലാതാക്കിയപ്പോൾ ഷെൻട്രയാഡുമായിട്ടാണ് നീ കൂട്ടിമുട്ടിയിരിക്കുന്നത്. നീ കൊന്ന റോബോട്ട് ഞങ്ങളുടെ ആളായിരുന്നു. അതിനു പകരം നിന്റെ ഒരാളെ ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യം അയാൾ ബോറിസിനെ കൊല്ലുന്നു. റോബർട്ടിന് പകരം ബോറിസിനെ കൊന്നു. പക്ഷെ കബൂഗയ്ക്ക് പകരം ഞാൻ ഒരാളെ കൂടി കൊല്ലും. കബൂഗ എന്റെ സഹോദരനെ പോലെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ സഹോദരനെ ഞാൻ കൊല്ലും. ആദ്യം സ്റ്റീഫൻ വിചാരിക്കുന്നത് സയ്യിദിനെയായിരിക്കും അയാൾ കൊല്ലാൻ പോകുന്നതെന്നാണ്. എന്നാൽ സയ്യിദ് അയാളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ആ നിമിഷം തന്നെ ജിതിൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ ഒരു ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കുകയാണ്. സ്റ്റീഫനോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഷെൻട്രയാഡിന്റെ നേതാവാണ്. അയാൾ തിരിച്ച് സ്റ്റീഫനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരോടാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയാമോ എന്ന്. ഖുറേഷി അബ്രഹാം എന്ന് സ്റ്റീഫൻ പറയുന്നു. ഖുറേഷി അബ്രഹാമിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നുവെന്ന് ഷെൻട്രയാഡിന്റെ തലവന് അറിയണമെന്ന് ആഗ്രഹം തോന്നുന്നു. അത് അന്വേഷിക്കാൻ അയാൾ ആൾക്കാരോട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് 1981 ബോംബെ നഗരമാണ്. അവിടെ കുറച്ച് ആൾക്കാരാകട്ടെ ഒരാളോട് വന്ന് പറയുന്നുണ്ട്, റാവുത്തറിന്റെ ഏരിയയാണിതെന്നും ഇവിടെ വന്ന് ഞങ്ങളുടെ ആൾക്കാരെ അടിക്കാൻ നീ ആരാണെന്നും. അവിടെ നമ്മുടെ സ്റ്റീഫനാകട്ടെ ഒരാളെ അടിച്ചവശനാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ആൾക്കാരെല്ലാം ചേർന്ന് സ്റ്റീഫനെ അടിക്കാൻ ചെല്ലുമ്പോൾ അവരെ
എല്ലാവരെയും തന്നെ സ്റ്റീഫൻ അടിച്ചു തറ പറ്റിക്കുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. സ്റ്റീഫന്റെ ആ ചെറുപ്പകാലം അഭിനയിക്കുന്നത് നമ്മുടെ പ്രണവ് മോഹൻലാൽ തന്നെയാണ്. സ്റ്റീഫന്റെ പഴയ കഥയും ഷെൻട്രയാഡുമായിട്ട് ഇനി ഖുറേഷി എബ്രഹാം ഏറ്റുമുട്ടുന്നതും എല്ലാം തന്നെ ഈ മൂവിയുടെ തേർഡ് പാർട്ട് ഇറങ്ങുമ്പോൾ നമുക്കറിയാം. ഈ ഒരു സീനോട് കൂടി ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.